ഹായ് ഫ്രണ്ട്സ്, ദീർഘകാലം നിക്ഷേപിച്ച് ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ പറയുമ്പോൾ അത് പലർക്കും പൊതുവെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. കാരണം ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ബോറിംഗ് ഏർപ്പാടായിട്ടാണ് പലരും കണക്കാക്കുന്നത്. എന്നാൽ നമ്മൾ നോക്കേണ്ടത് നിഫ്റ്റിയുടെ കൊറോണയുടെ ഡിപ്പ് നമുക്ക് ഒഴിവാക്കാം. എല്ലാവരും പറയാറുള്ളത് കൊറോണയുടെ ആ ഡിപ്പിൽ വാങ്ങിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നാണ്. നമുക്ക് കൊറോണയുടെ ഡിപ്പ് വിടാം, അതിന് മുമ്പേ നോക്കാം. 2018 ഡിസംബറിൽ 10,000 എന്ന ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്തവർ 5 വർഷം കാത്തിരുന്നെങ്കിൽ ഇപ്പോൾ അത് 100% റിട്ടേൺ അവർക്ക് ലഭിച്ചിട്ടുണ്ടാവും. നിഫ്റ്റിയുടെ ഗ്രോത്ത് നമ്മൾ നോക്കുക, അതായത് ഇൻവെസ്റ്റ് ചെയ്ത പണം നേരെ ഡബിളായിട്ട് അവർക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിനിടയിൽ കൊറോണയുടെ ക്രാഷ് വന്നു. കൊറോണയുടെ ക്രാഷ് വന്നപ്പോൾ ഈ 10,000 ലെവലിൽ നിന്ന് 8,000 ലെവലിലേക്ക് ഈ നിഫ്റ്റി താഴ്ന്നു വരുന്നു. ഇപ്പോൾ 2020 8,000 ലെവലിലായിരുന്നു നിഫ്റ്റി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് മനസ്സും അടുത്തുകൊണ്ട് എല്ലാം വിറ്റൊഴിവാക്കിയവർ ഇപ്പോൾ ചിലപ്പോൾ ഖേദിക്കുന്നുണ്ടാവും. ഇനി അതിനുശേഷം നമുക്കറിയാം, ഇനി കൊറോണ പീരീഡിന് ശേഷം നമുക്ക് റഷ്യ ഉക്രൈൻ വാറൊക്കെ വന്നിരുന്നു. ആ സമയത്തും പലരും മാർക്കറ്റിനോട് വിട പറഞ്ഞിരുന്നു, എല്ലാം വിറ്റ് ഒഴിവാക്കി പോയിരുന്നു. ഇനി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇസ്രായേൽ ഫലസ്തീൻ വാർ വന്നപ്പോൾ മാർക്കറ്റിൽ വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. ഈ വാർ കാരണം ക്രൂഡ് ഓയിൽ വലിയ ക്രൈസിസ് വരുമെന്നും വലിയ വില വർധന ഉണ്ടാകുമെന്നും അത് പൊതുവെയുള്ള മാനുഫാക്ചറിങ് സെക്ടറുകളിലേക്ക് വലിയ തിരിച്ചടിയാകുമെന്നും അതോ കമ്പനികളുടെ പെർഫോമൻസ് മോശമാകുമെന്നും എന്നൊക്കെയുള്ളൊരു പ്രവചനം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു വാറ് ക്രൂഡ് ഓയിൽ പ്രൈസിനെ അത്ര ബാധിച്ചില്ല. ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും വലിയ തോതിൽ മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നിഫ്റ്റി ആണെങ്കിൽ അതിൻ്റെ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന വാറ് അല്ലെങ്കിൽ പാൻഡമിക്, സാമ്പത്തിക മാന്ദ്യം, മറ്റ് എന്തെങ്കിലും ദുരന്തങ്ങളൊക്കെ ഉണ്ടായാൽ തന്നെ ഒരു മാർക്കറ്റ് ക്രാഷ് സംഭവിക്കുമ്പോൾ പിന്നീട് ആ മാർക്കറ്റ് തിരിച്ചു കയറുന്ന ഒരു സംഭവം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ തിരിച്ചു കയറുമ്പോൾ നമ്മളെ കയ്യിലുള്ള സ്റ്റോക്കും തിരിച്ച് കയറണമെങ്കിൽ നമ്മൾ നല്ല ഫണ്ടമെൻ്റൽസ് ഉള്ള സ്റ്റോക്കുകൾ കയ്യിലുണ്ടാവണം. ഇപ്പോൾ പ്രൈസ് മൂവ്മെൻറ്റ് ഒരു സ്കൈ റോക്കറ്റ് പോലെ ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ പൊതുവെ ആ സ്റ്റോക്കിന് പിന്നാലെ ഓടും. അങ്ങനെ ആ സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ പോയി വാങ്ങും. അങ്ങനെ ആ ഒരു ഓൾ ടൈം ഹൈയിലോ അല്ലെ 52 വീക്ക് ഹൈയിലോ പോയിട്ട് ആ സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ആ സ്റ്റോക്കിൽ നമ്മൾ ട്രാപ്പ് ചെയ്യുന്ന ഒരവസ്ഥയാണ് പൊതുവേ ഉണ്ടാകാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രൈസ് മാത്രം നോക്കിക്കൊണ്ട് ഒരിക്കലും സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് പ്രൈസ് ശക്തമായിട്ട് മുന്നേറുന്നു എന്നതുകൊണ്ട് നമ്മൾ ആ സ്റ്റോക്ക് പോയിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റോക്കിലൊരു ക്രാഷ് വന്നാൽ നമുക്ക് അത് നഷ്ടത്തിൽ വിറ്റൊഴിവാക്കേണ്ടി വരും. കാരണം ആ സ്റ്റോക്ക് നമുക്ക് ലോങ് ടേം ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, കാരണം അത്രമാത്രം ഫണ്ടമെൻ്റൽ അതിനുണ്ടാവില്ല. അപ്പോൾ നല്ല ഫണ്ടമെൻ്റൽ ഉള്ള സ്റ്റോക്കാണെങ്കിൽ നമുക്ക് ആ സ്റ്റോക്കിൽ ചെറിയൊരു ഡിപ്പ് വന്നാലും നമുക്കത് ലോങ് ടേം ഹോൾഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. കാരണം അതിൻ്റെ ബിസിനസ് നമുക്കറിയാം, അതിൻ്റെ ബിസിനസ് മോഡൽ ശക്തമാണെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു 100% കൺവിക്ഷനോട് കൂടി ആയിരിക്കണം നമ്മൾ ഏതൊരു സ്റ്റോക്കിലും ഒരു വാല്യൂ ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു ലോങ് ടേം ഇൻവെസ്റ്റിംഗ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഭാവിയിലൊരു അനുകൂലമായൊരു സാഹചര്യം വരുമ്പോൾ ഈ ഇത്തരം സ്റ്റോക്കുകൾ ശക്തമായി മുന്നേറുമെന്നുള്ള ഒരു 100% വിശ്വാസത്തിലൂടെ ആയിരിക്കണം നമ്മൾ അത്തരം സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ സ്റ്റോക്കുകളുടെ 2-3 വർഷത്തെ സെയിൽസും അതിൻ്റെ പ്രോഫിറ്റും നന്നായി വളരുകയും നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും എന്നാൽ സ്റ്റോക്ക് പ്രൈസ് അതേപോലെ വളരാതെ അതിങ്ങനെ അനങ്ങാതെ ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിച്ചുകൊണ്ട് യാതൊരുവിധ ഗ്രോത്തും കാണിക്കാതെ വലിയൊരു ഗ്രോത്തൊന്നും കാണിക്കാതെ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു മൾട്ടി ബാഗറായിട്ട് മാറാതിരിക്കുന്ന ചില സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ സ്റ്റോക്കുകൾ വളരാതെ ഒരു റേഞ്ചിൽ നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരു 5 സ്റ്റോക്കുകളാണ് ഞാൻ ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. എന്നാൽ ഈ സ്റ്റോക്കുകൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്, അവരുടെ ബിസിനസ് ഗ്രോയിങ് ചെയ്തുകൊണ്ടേയിരിക്കുകയുമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ സ്റ്റോക്ക് ഒരു അനുകൂല സാഹചര്യം വന്നാൽ നല്ലൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ്. അത്തരത്തിലുള്ള 5 സ്റ്റോക്കുകളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് മദേഴ്സൺ സുമി വയറിംഗ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ കമ്പനിയുടെ ROEയും ROCയും നിങ്ങൾ നോക്കുക, 40% അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊരു അതിശയിപ്പിക്കുന്ന ഒരു ROEയും ROCയുമാണ്. അതുകൂടാതെ ഇതിൻ്റെ സെയിൽസ് ഗ്രോത്ത് നോക്കുക, 2021 സെയിൽസും ഈ ട്രെയിലിംഗ് 12 മന്ത്സിൻ്റെ സെയിൽസുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. 90.8% വമ്പിച്ച ഗ്രോത്ത് നമുക്ക് അവിടെ കാണാൻ കഴിയും.
ഇനി പ്രോഫിറ്റ് ആണെങ്കിൽ 32% ഒരു ഗ്രോത്തും നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ ഇത്തരത്തിലുള്ള ഗ്രോത്തിന് ആനുപാതികമായി സ്റ്റോക്ക് പ്രൈസ് വർദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഫ്യൂച്ചർ മൾട്ടി ബാഗർ ആകാൻ സാധ്യതയുള്ള ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റോക്ക് ഇനിയൊരു ബുൾ മാർക്കറ്റിൽ നമുക്ക് ലോങ് ടേം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സേഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റിന് വളരെ അനുയോജ്യമായ ഒരു സ്റ്റോക്കാണ് ഈ മദേഴ്സൺ സുമി വയറിംഗ് എന്ന് പറയുന്ന ഈ കമ്പനി. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റോക്ക് നോക്കുക, അത് ബജാജ് ഫിനാൻസ് ആണ്. അപ്പോൾ 4,64,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള വലിയൊരു ലാർജ് ക്യാപ്പ് കമ്പനിയാണ്. 23% ROE കാണിക്കുന്ന ഒരു കമ്പനിയാണിത്. ഇപ്പോൾ 35 എന്നുള്ള ഒരു PE റേഷ്യോയിലാണ് സ്റ്റോക്ക് ഉള്ളത്. ബുൾ മാർക്കറ്റിൽ വലിയൊരു റാലി ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്നാൽ ഈ കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് നോക്കുക, 2021 സെയിൽസും ട്രെയിലിംഗ് 12 മന്ത്സിൻ്റെ ആ ഒരു സെയിൽസുമായി കമ്പയർ ചെയ്താൽ 80% വമ്പിച്ചൊരു ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയും. പ്രോഫിറ്റ് ആണെങ്കിൽ 196.8% അതിശയിപ്പിക്കുന്ന ഒരു ഗ്രോത്താണ് കാണാൻ കഴിയുക. അപ്പോൾ ഇത്രമാത്രം ഒരു ശക്തമായിട്ടുള്ള ഒരു ഗ്രോത്ത് കാണിക്കുന്ന ഈ കമ്പനി എന്തുകൊണ്ട് വളരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ചിന്താ വിഷയമായ കാര്യം. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട 2-3 ചാലഞ്ചസ് ഈ കമ്പനി നേരിടുന്നുണ്ട്. ഒന്ന്, ജിയോ ഫൈനാൻഷ്യലിൽ നിന്നുള്ള വെല്ലുവിളി. രണ്ടാമത് ഈ നമ്മുടെ ഈ RBI, അതായത് ഇതുപോലുള്ള സ്മോൾ മൈക്രോ ഫിനാൻസ് സെഗ്മെൻറ്റിൽ അവർ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു വെയിറ്റേജ്, റിസ്ക് വെയിറ്റേജ് കൂട്ടിക്കൊണ്ടുള്ള ഒരു ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില വെല്ലുവിളികൾ കമ്പനി നേരിടുന്നുണ്ടെങ്കിലും ബജാജ് ഫിനാൻസിൻ്റെ ബിസിനസ് വളരെ സ്ട്രോങ് ആണ്, ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആണ്. അതിൻ്റെ ബിസിനസ് മോഡൽ ആർക്കും അത്ര പെട്ടെന്ന് തകർക്കാൻ പറ്റുന്ന ഒരു മോഡലല്ല. ബജാജ് ഫിനാൻസ് യഥാർത്ഥത്തിൽ ഉറങ്ങിക്കിടക്കുന്ന മറ്റൊരു സിംഹമാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഇനി അടുത്ത സ്റ്റോക്ക് ഇൻഫോസിസ് ആണ്. ഇൻഫോസിസിൻ്റെ ROEയും ROCയും നോക്കുക, 31% ROEയും 40% ROCയുമാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എക്സലൻ്റ് ആണ്. അപ്പോൾ അത്രമാത്രം ഒരു എക്സലൻറ്റ് പെർഫോമൻസ് കാണിക്കുന്ന ഒരു കമ്പനിയാണ്, അങ്ങനെയുള്ള ഒരു IT സ്റ്റോക്കാണിത്. ഇതിൻ്റെ സെയിൽസ് ഗ്രോത്ത് നോക്കുക, 2021 സെയിൽസ് ഗ്രോത്തും ട്രെയിലിംഗ് 12 മന്ത്സിലെ സെയിൽസുമായി കമ്പയർ ചെയ്താൽ 52% ഗ്രോത്ത് കാണും. പ്രോഫിറ്റിലാണെങ്കിൽ 28% അത്ര ആകർഷകമല്ലാത്ത ഒരു ഗ്രോത്താണ്. പക്ഷേ അതിൻ്റെ ഒരു കാരണം നമുക്ക് IT സെക്ടറിൽ, പ്രത്യേകിച്ച് അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ള മാന്ദ്യമാണ് അതിൻ്റെ കാരണം. പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ എക്സ്പോർട്ട്, കാര്യമായിട്ട് ഇവരുടെ സർവീസ് സെക്ടർ നടക്കുന്നത് അമേരിക്കയിലും യൂറോപ്പിലുമാണ്. അപ്പോൾ ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കൊക്കെ അത് കുറഞ്ഞു വരികയാണ്. കൂടാതെ ഇൻഫ്ലേഷൻ റേറ്റുമൊക്കെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ എക്കണോമി റിക്കവറിങ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഈ IT സെക്ടറിൽ നല്ലൊരു റാലിയാണ് പ്രതീക്ഷിക്കുക. അത്തരം സന്ദർഭത്തിൽ തീർച്ചയായും ഇൻഫോസിസിൽ നല്ലൊരു റാലി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റോക്ക് ബർജർ പെയിൻറ്റ്സ് ആണ്. 20% മുകളിൽ ROEയും ROCയും കാണിക്കുന്ന പെയിൻറ്റ് സെഗ്മെൻറ്റിലെ ഒരു സെക്കൻഡ് ലാർജസ്റ്റ് പ്ലെയറാണ് ബർജർ പെയിൻറ്റ്സ്. ഇതിൻ്റെ സെയിൽസ് ഗ്രോത്ത് നോക്കുക, 2021 സെയിൽസും ട്രെയിലിംഗ് 12 മന്ത്സിലെ സെയിൽസുമായി കമ്പയർ ചെയ്താൽ 60% ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയും. പ്രോഫിറ്റിലാണെങ്കിൽ 43.6% ഒരു ഗ്രോത്തും കാണാം. ക്രൂഡ് ഓയിൽ പ്രൈസിൻ്റെ വില നോർമലായിക്കൊണ്ടിരിക്കുകയാണ്. ക്രൂഡ് ഓയിൽ ക്രൈസിസ് തീരെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ പെയിൻറ്റ് സെക്ടറിൽ അടുത്ത ക്വാർട്ടറുകളിൽ നല്ല റിസൾട്ടുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ബർജർ പെയിൻറ്റ് തീർച്ചയായും അത്തരം സന്ദർഭങ്ങളിൽ നല്ലൊരു റാലി കാണിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് നമ്മൾ വാച്ച് ചെയ്യപ്പെടേണ്ട ഒരു സ്റ്റോക്കാണ്. നമ്മുടെ അഞ്ചാമത്തെ സ്റ്റോക്ക് HDFC ബാങ്കാണ്. കഴിഞ്ഞ 10 വർഷത്തെ ആകട്ടെ, കഴിഞ്ഞ 5 വർഷത്തെ ആകട്ടെ, കഴിഞ്ഞ 3 വർഷത്തെ ആകട്ടെ, അല്ലെങ്കിൽ 1 വർഷത്തെ ആകട്ടെ, ഏത് കാലയളവ് എടുത്താലും ഒരു 17% റിട്ടേൺ ഓൺ ഇക്വിറ്റി കാണിക്കുന്ന, സ്ഥിരമായിട്ട് കാണിക്കുന്ന ഒരു ബാങ്കാണ് HDFC ബാങ്ക്. അപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് അനുയോജ്യമായ സേഫായിട്ടുള്ള ഒരു സ്റ്റോക്കാണ് തീർച്ചയായും HDFC ബാങ്ക്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ അത്രമാത്രം സ്റ്റാബിൾ പെർഫോമൻസ് കാണിക്കുന്ന ഈ ഒരു കമ്പനി, അതിൻ്റെ സ്റ്റാബിളായിട്ടുള്ള റിസൾട്ട് കാണിക്കുന്ന ഒരു കമ്പനി. അപ്പം കൂടാതെ നിഫ്റ്റി 50 ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള ഒരു ബാങ്കിങ് സെഗ്മെൻറ്റിലെ സ്റ്റോക്കാണിത്. അപ്പോൾ തീർച്ചയായും ഒരു റാലി നടന്നാൽ നിഫ്റ്റിയെ ഏതൊക്കെ ഉയരത്തിലായിരിക്കും ഈ സ്റ്റോക്ക് കൊണ്ടുപോകുക എന്ന് നമ്മൾ കണ്ടു തന്നെ കാണേണ്ടി വരും. ഇപ്പോൾ HDFCയുടെ സെയിൽസ് ഗ്രോത്ത് നോക്കുക, 2021 സെയിൽസും
ട്രെയിലിംഗ് 12 മന്ത്സിലെ സെയിൽസുമായി കമ്പയർ ചെയ്താൽ 41.23% ഒരു ഗ്രോത്ത് കാണാം. പ്രോഫിറ്റിൽ 30.96% ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇവിടെ പരാമർശിച്ച ഈ 5 സ്റ്റോക്കുകൾ, ഈ സ്റ്റോക്കുകളുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു തുടക്കത്തിൽ. എല്ലാ സ്റ്റോക്കുകളും അതിൻ്റെ സെയിൽസ് റവന്യൂവും നെറ്റ് പ്രോഫിറ്റും കഴിഞ്ഞ 3 വർഷങ്ങളിൽ കൺസിസ്റ്റൻ്റായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു ബിസിനസ്സിൻ്റെ ഗ്രോത്ത് നമുക്ക് സ്റ്റോക്ക് പ്രൈസിൽ കാണാൻ കഴിയുന്നില്ല. ആ സ്റ്റോക്ക് പ്രൈസിൽ ആ മൂവ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പം മദേഴ്സ് ആൻഡ് സുമിയുടെ ഷെയർ പ്രൈസ് കഴിഞ്ഞ 12 മാസത്തെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ വെറും 4.73% മാത്രമാണ്. ഇനി ബജാജ് ഫിനാൻസിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ 14.65% ഒരു നോർമൽ ഗ്രോത്ത് മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഇനി ബർജർ പെയിൻസിൻ്റെ നോക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്ററാണ്. 21.39% ഗ്രോത്ത് ഉണ്ട്. എങ്കിലും നമുക്കറിയാം പല സ്റ്റോക്കുകളും മിഡ് ക്യാപ് സ്റ്റോക്കുകളും ഈ ബുൾ മാർക്കറ്റിൽ 50%, 100% ഒക്കെ റിട്ടേൺ നൽകുന്നിടത്താണ് ഈ വളരെ ചെറിയ ഒരു റിട്ടേൺ മാത്രം ഈ കമ്പനികൾ നൽകുന്നത്. ഇനി ഇൻഫോസിസിൻ്റെ നോക്കുക, 3.45% ഒരു ഗ്രോത്ത് മാത്രമാണ്. വളരെ പരിതാപകരമായൊരു അവസ്ഥയാണ് ഇൻഫോസിസിൽ നമുക്ക് കാണാൻ കഴിയുക. ഇനി HDFCൻ്റെ നോക്കുകയാണെങ്കിൽ ആരും ആ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യില്ല. അത്രമാത്രം ആളുകളെ ബോറടിപ്പിച്ച ഒരു സ്റ്റോക്കായിട്ടാണ് HDFC കാണാൻ കഴിയുക. 1.68% മാത്രമാണ് ഒരു വർഷത്തെ റിട്ടേൺ, അല്ലെങ്കിൽ കഴിഞ്ഞ 12 മാസത്തെ റിട്ടേൺ. എന്നാൽ നമ്മളിത് ഈ കഴിഞ്ഞ 12 മാസങ്ങളിൽ നിഫ്റ്റി റിട്ടേണുമായിട്ട് ഈ സ്റ്റോക്കുകളെ താരതമ്യം ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും നിഫ്റ്റിയുടെ ട്രെയിലിംഗ് 12 മന്ത്സ് റിട്ടേൺ 17.91% ആണ്. അപ്പോൾ ഈ 5 സ്റ്റോക്കുകളിലും അതിൽ ബർജർ പെയിൻറ്റ്സ് ഒഴിച്ച് മറ്റെല്ലാ സ്റ്റോക്കുകളും നിഫ്റ്റിയെ ബീറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. നിഫ്റ്റിയേക്കാൾ അണ്ടർ പെർഫോം ചെയ്തതാണ് ഈ സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റോക്കുകൾ ഇപ്പോൾ അണ്ടർ പെർഫോമിങ്സ് അല്ലെങ്കിൽ ഒരു അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത് എന്നും പറയാൻ കാരണം. അപ്പോൾ ഈ സ്റ്റോക്കുകളുടെ ഫണ്ടമെൻ്റൽസ് നമ്മൾ കണ്ടു. അപ്പോൾ തീർച്ചയായും ആ ഫണ്ടമെൻ്റൽസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം വന്നാൽ ഈ സ്റ്റോക്കുകളിൽ ഒരു ബുൾ റാലി നമുക്ക് ഭാവിയിൽ പ്രതീക്ഷിച്ച് ചിലപ്പോൾ 2024 അതിൻ്റെ അടുത്ത വർഷങ്ങളിലും നമുക്ക് ആ ഒരു റിസൾട്ട് തീർച്ചയായും കാണാൻ കഴിയും. അപ്പോൾ ഇത്രയും ആണ് ഈ സ്റ്റോക്കുകളെ പറ്റി പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ വാച്ച് ദീസ് സ്റ്റോക്സ് ആൻഡ് സ്റ്റഡി മോർ. See you next time with another video. Thank you for watching.